അസ്സലാമലൈക്കും. സോ ഇന്നലത്തെ സെയിൽസ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഒരു 9K എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 24 സ്റ്റോറുകളാണ് നമ്മൾ ഇന്നലെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നലെ നമുക്ക് ഈ സെയിൽ വരാൻ കാരണം നെക്സ്റ്റ് വീക്ക് റമദാനാണ്. അപ്പം അതിൻ്റെ ഒരു സെയിൽ കൂടിയാണ് ഈ ഒരു വീക്കിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു സംഗതി. പിന്നെ ഇപ്പോൾ എനിക്ക് ഇന്നലെ മനസ്സിലായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ആവശ്യം റിക്വയർമെന്റ്, അതായത് സെയിൽസിന്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആവശ്യക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ആ ഒരു പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ഈ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ വരണം. ഈ ആവശ്യക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു സെയിൽസിന്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനത്തെ സീസൺ വരുമ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് മുന്നിൽ കൊണ്ടുകൊണ്ട് നമുക്കത് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഇന്നലെ മനസ്സിലായ സംഗതിയാണ് പിന്നെ സെയിൽസിന്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരെ കണ്ടെത്തുക, അതുപോലെ അവർക്ക് സാധനം അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സാധനം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് വരുന്ന ഒരു സെയിൽസിൽ ഭൂരിഭാഗവും ഒരു ട്രസ്റ്റ് ബേസ്ഡാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിട്ടേൺ എടുക്കുക, അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ട് ഷോപ്പ് വിസിറ്റ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ 5 ലൈനുകളാണുള്ളത്. അപ്പോൾ അതിൽ 5 റൂട്ടുകളാണുള്ളത്, 5 സപ്ലൈ ലൈൻസ് ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ലൈനത്തെ ആ റൂട്ടത്തെ സ്റ്റോർ ഓണേഴ്സിനൊക്കെ ട്രസ്റ്റാണ്. നമ്മൾ എന്ത് വെച്ചാലും അത് പിന്നെ നമ്മൾ സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ ട്രസ്റ്റാണ്. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുമ്പോൾ ആ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം. ആ ഒരു ട്രസ്റ്റ് ക്രിയേറ്റിംഗ്, ആ ഒരു സെയിൽസിൽ ട്രസ്റ്റ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നലെ മനസ്സിലായി. പല സെയിലുകൾ നമുക്ക് വരുന്നത് ട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ആ ഒരു മേഖലയിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയി നിൽക്കുമ്പോഴേ നമുക്ക് ആക്ച്വൽ സെയിൽ വരുള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു വൻ ബൂം അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ചാൻസ് ഉണ്ട് അതിൽ കൺസിസ്റ്റന്റും ട്രസ്റ്റും കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവലി ആ സെയിൽസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.